മെഡിക്കൽ കോഴ വിവാദം ദേശീയ തലത്തിലേക്ക്. ഹവാല ഇടപാടുള്ള കോഴ ആരോപണവും അന്വേഷണ റിപ്പോർട്ട് രാഷ്ട്രീയമായി ഉയർത്തിക്കാട്ടാൻ ഒരുങ്ങുകയാണ് CPIM. അന്വേഷണ റിപ്പോർട്ട് ചോർന്നതോടെ BJP നേതൃത്വം ഒന്നടങ്കം മൗനത്തിലാണ്. സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് വിജിലൻസ് അന്വേഷണം ഉണ്ടാകാനുള്ള സാധ്യതയേറിയതോടെ കോഴ വിവാദത്തിൽ ഉൾപ്പെട്ടവർ ഭീതിയിലാണ്. BJPയുടെ സംസ്ഥാന സമിതി യോഗം ശനിയാഴ്ച ചേരുമ്പോൾ മെഡിക്കൽ കോളേജിന് സീറ്റ് അനുവദിക്കുന്നതിൽ BJP നേതാക്കൾ കോഴ വാങ്ങിയെന്ന ആക്ഷേപമാവും ഇരുപക്ഷവും ഉയർത്തുക. സംസ്ഥാന സമിതി യോഗത്തിന് മുന്നോടിയായി ചേരുന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പരാതിയുടെ വിഴുപ്പ് ഭാണ്ഡം ഇരുപക്ഷവും അഴിച്ചിടും. അന്വേഷണ സമിതി അംഗങ്ങളായ KP ശ്രീശൻ, AK നസീർ, പാർട്ടി അധ്യക്ഷനായ കുമ്മനം, സംഘടനാ ജനറൽ സെക്രട്ടറിമാരായ ഗണേശനും സുഭാഷും മാത്രം കണ്ട റിപ്പോർട്ട് അതേപടി പുറത്തുവന്നത് BJP നേതൃത്വത്തെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. നേതാക്കളായ ഇവരിലാരെങ്കിലും ചോർത്തിക്കൊടുക്കാതെ റിപ്പോർട്ട് അതേപടി പുറത്തു വരില്ലെന്നത് ഉറപ്പാണ്. പഴിചാരലും സംശയവുമായി നേതാക്കൾക്കിടയിൽ മുറുമുറുപ്പ് ഉയർന്നു കഴിഞ്ഞു. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് പേര് പറഞ്ഞു കേൾക്കുന്ന MD രമേശിനെ കുരുതി കൊടുക്കുന്നതിന് വേണ്ടി മുരളീധര വിഭാഗം കരുതിക്കൂട്ടി ഉയർത്തിക്കൊണ്ടുവന്നതാണ് ആരോപണമെന്നതാണ് കൃഷ്ണദാസ് പക്ഷത്തിന്റെ വാദം. എന്നാൽ കുമ്മനം രാജശേഖരന്റെ രാഷ്ട്രീയ പരിചയക്കുറവ് മുതലെടുത്ത് കേന്ദ്രഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തി MD രമേശ് അടക്കമുള്ളവർ അഴിമതി നടത്തുകയാണെന്ന് മുരളീധര വിഭാഗം ആരോപിക്കുന്നു. ഹവാല പണം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി ദില്ലിയിലെ BJPക്കാരനായ ഇടനിലക്കാരന് നൽകിയെന്ന അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ അക്ഷരാർത്ഥത്തിൽ പലരെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഹവാല ഇടപാട് നടന്നതായി പാർട്ടി തന്നെ കണ്ടെത്തിയതോടെ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് കേസെടുക്കാവുന്നതാണെന്ന് വിരമിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പീപ്പിൾ TVയോട് പറഞ്ഞു. പണം വാങ്ങിയെന്ന് BJP നേതാക്കൾ അന്വേഷണ കമ്മീഷനോട് സമ്മതിച്ചതോടെ വിജിലൻസ് അന്വേഷണ സാധ്യതയും തള്ളിക്കളയാനാവില്ല. തങ്ങളെ തൊട്ടാൽ ചിലതൊക്കെ വിളിച്ചു പറയേണ്ടതായി വരുമെന്ന ഇടനിലക്കാരൻ സതീഷിന്റെ വെളിപ്പെടുത്തൽ ചിലരുടെയൊക്കെ ഉറക്കം കെടുത്താൻ പോന്ന വിധത്തിൽ ശക്തമായ താക്കീതാണ്. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഈ വിവാദം കെട്ടടങ്ങുമെന്ന് മാധ്യമങ്ങളെ വരുന്ന ശനിയാഴ്ചയോടെ ബോധ്യപ്പെടുത്തി തരാമെന്നായിരുന്നു ഒരു പ്രമുഖ BJP നേതാവ് ഇത് സംബന്ധിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ പീപ്പിളിനോട് പറഞ്ഞത്. ജീവൻകുമാർ, തിരുവനന്തപുരം.